കോടാനുകോടി വർഷങ്ങൾക്ക് മുൻപ് തന്നെ ഇതേ പ്രതിഭാസം ഭൂമിയെ വലം വച്ചിരുന്നു. അന്ന് ആ നക്ഷത്രം ഭൂമിയിൽ വീണ നിമിഷം അത് കണ്ടു നിന്ന മനുഷ്യരിലെല്ലാം അമാനുഷികമായ ചില കഴിവുകൾ അത് നടത്തി. ഒരുവന് കാട്ടുപുലിയുടെ വേഗതയെങ്കിൽ മറ്റൊരുവന് കാട്ടാനയുടെ ശക്തിയും, ഒരുവന് ആത്മാക്കളെ നിയന്ത്രിക്കാൻ സാധിക്കുമെങ്കിൽ മറ്റൊരുവന് വസ്തുക്കളെയും, ഒരുവന് തൻ്റെ ഭാവിയെ മുൻകൂട്ടി അറിയാൻ കഴിയുമെങ്കിൽ മറ്റൊരുവന് സ്ഥാനാന്തരവും ചെയ്യാൻ സാധിക്കും. അമാനുഷിക ശക്തി അവരുടെ ഉള്ളിൽ എത്രമാത്രം വലുതായോ അത്ര തന്നെ അവരുടെ പകയും വിദ്വേഷവും അവരോടൊത്ത് വളർന്നു. എന്നാൽ എല്ലാ അമാനുഷിക കഴിവും സിദ്ധിയും ഒരുമിച്ച് ലഭിച്ച ഒരുവൻ അവരുടെ കൂടെ ഉണ്ടായിരുന്നു. അവൻ്റെ ഉള്ളിലുള്ള അഹങ്കാരത്തിൻ്റെ ശക്തി അന്ന് ആ കാടറിഞ്ഞു. എല്ലാവരും ഒന്നു ചേർന്ന് എതിർത്തിട്ട് പോലും അവൻ്റെ ശക്തിയുടെ മുൻപിൽ അവർക്കാർക്കും പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. ഒന്നൊന്നായി അവനെല്ലാം നശിപ്പിച്ചുകൊണ്ടേയിരുന്നു. തനിക്കെതിരെ തിരിഞ്ഞവരെയെല്ലാം അഗ്നിയിൽ ചാമ്പലാക്കിക്കൊണ്ട് ആദ്യമായി അവൻ അവരുടെ കണ്ണുകളിൽ ഭയത്തിൻ്റെ കാറ്റ് വീശി. തനിക്ക് മുകളിൽ ഇനി മറ്റാരുമില്ലെന്ന് ഉറപ്പിച്ചിരിക്കുമ്പോഴാണ് അത് സംഭവിച്ചത്. ആര്, എവിടെ നിന്ന്, ഇതൊന്നും അറിയാതെ അവർ അവനെ രക്ഷകനായി കണ്ടു. തിന്മയും നന്മയും തമ്മിലുള്ള തുല്യയുദ്ധം അവിടെ തുടങ്ങി. ഭയാനകമായി നീണ്ടുനിന്ന ആ മഹായുദ്ധത്തിൻ്റെ ഒടുവിൽ തിന്മയെ നന്മ തോൽപ്പിച്ചു. തിന്മയെ തോൽപ്പിച്ച അവരുടെ രക്ഷകനെ അവർ ആദം എന്ന് വിളിച്ചു. രക്ഷകനെയും നക്ഷത്രത്തെയും പറ്റി എഴുതിയ ഗ്രന്ഥങ്ങളെ അവർ കോൾബ്രിൻ എന്ന് വിളിച്ചു. അമ്മേ, ഇന്നെന്ത് സ്വപ്നമാണ് നീ കണ്ടേ? തോറ്റോ ജയിച്ചോ അതോ വല്ല പെണ്ണ് നിനക്ക് സെറ്റായോ? വല്ല വട്ടിയെ കുറിച്ച് വെറ്റ വല്ലതൊക്കെ കാണും. എന്നെയൊക്കെ കാണാതിരിക്കണം. ഞാൻ ഒന്ന് സെറ്റായോ വല്ലതും കാണാനുണ്ടായി. ഞാൻ തന്നെ ഉണ്ടോളാം. അവൻ പറഞ്ഞത് എന്താടാ തെറ്റ്? നിനക്ക് വല്ല ഡോക്ടറെ കാണിച്ചുകൂടാ? എപ്പോഴും ഉണ്ട് ഒരു സ്വപ്നം മാത്രം ഇങ്ങനെ പറയാന്. ഒന്നുമില്ലടാ, സ്ഥിരം സ്വപ്നായിരുന്നു. അവിടെ തന്നെ അത് മധുരം അങ്ങോട്ട് കുഴിക്കേ. ഹലോ മോനെ, എന്തൊക്കെയുണ്ട്? ഹലോ, ഒന്നുമില്ല, ചുമ്മാ വിളിച്ച. സ്വപ്നമൊക്കെ കാണാറുണ്ടപ്പാ? അല്ലാതെ വേറെ ഒന്നിനും നീ വിളിക്കാറില്ലല്ലോ. ഞാൻ എത്ര നാളായി പറയണം ആ ഡോക്ടറെ ഒന്ന് പോയി കാണാൻ. ആ ഡോക്ടർ ഒന്ന് വിളിക്കും. ആ ഫോണെങ്കിലും ഒന്ന് എടുക്ക്. ആ മരുന്നെങ്കിലും ഒന്ന് മര്യാദയ്ക്ക് കഴിക്കും. അവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? പ്രശ്നോ? ഇവിടെ പ്രശ്നമൊന്നുമില്ല. നീ ആ കോളൊന്ന് എടുക്ക്. അതാണ് എൻ്റെ ഇപ്പോഴത്തെ പ്രശ്നം. ശരി എന്നാ. പാമ്പോ? ഹലോ, അവിടെ എന്തൊരൊച്ച? അതെ, അതൊന്നുമില്ല. അതൊരു പാമ്പ്. മൂർഖനാ, അച്ഛനെ തല്ലി കൊന്നു. ഹലോ ഹലോ, ഞാൻ വിളിക്കാമേ. ഈ ആയുസ്സെല്ലാം നാമുക്കൊന്നല്ലേ, കാലം തെറ്റി കോലം കെട്ടുപോയി. Then why my life is forcing me to leave? I don't know why, എന്നാണോ എന്തോ തോന്നും. I
ഹലോ. സോ ഹൗ യു ഡൂയിങ്? നൈസ്. ഉഷാറായിട്ടിരിക്കണ്ടല്ലോ. ഇപ്പോഴും പഴയ പോലെ സ്വപ്നങ്ങളെല്ലാം കാണാറുണ്ടോ? ശ്യാം, മേ ബി ഇത് നിന്റെ തോന്നലായിരിക്കും. അതുമല്ലെങ്കിൽ ഇറ്റ് മേ ബി സം ഡിസീസ്. ഇൻ അവർ ലാംഗ്വേജ് ഇതിന് ഇൻസോംനിയ, ഹാലുസിനേഷൻ എന്നൊക്കെ പറയും. താൻ ഡെസ്പാവാതടോ. അതുമല്ലെങ്കിൽ സയൻസിനെ പോലും തെളിയിക്കാൻ പറ്റാത്ത ഒന്നില്ലേ, ലൈക്ക് ആൻ അൺനാച്ചുറൽ പവർ, സിക്സ് സെൻസ് എന്നൊക്കെ പഴമക്കാർ പറയും. വാട്ട് എവർ, യു ലീവ് ഇറ്റ്. ഞാൻ കുറച്ച് മെഡിസിൻ തരാം. സൈക്കാട്രിസ്റ്റ്. Yeah, La La Land where the fantasies play. Got my own world in a different way. Nighttime, the thoughts they start to creep. Dreams are the mission, gotta keep it deep. I'm lost in the haze, got the flow on the road. Dreams are the drive that keep me on control. Spaceships and rockets taking me far. Dreams are the escape where my heart is a star. എന്താണ് അത്ര ലേറ്റ് ആയേ? ഇതെന്തത്? ഒരുത്തനും കൂടി ഉണ്ടല്ലോ. ഡാഡി വാ, കേറി വാ. ഇത് എവിടെയായിരുന്നു? ഈ കള്ള നായിന്റെ കൂടെ ഞാൻ 100 വട്ടം പറഞ്ഞ വെള്ളം അടിക്കണ്ട അടിക്കണ്ട, അപ്പൊ അവന് പറ്റില്ല. ഓ വെള്ളം അടിച്ച് വാളം വെച്ച് ബ്ലഡി റെസ്പോൺസിബിൾ ഇന്ത്യൻ. എന്റെ ഗാന്ധിജി ഇത് അറിഞ്ഞാലോ. ഓ കണ്ടതൊക്കെ പറയണോ? എന്റെ പൊന്നു മോനെ, ഇവന്റെ വെള്ളമടി നിർത്തുന്ന പോലെ എന്തെങ്കിലും സ്വപ്നം ഉണ്ടെങ്കിൽ കാണടാ പ്ലീസ്. അച്ചാച്ചന്മാർ വാറ്റിയ നല്ല സ്വയംഭം വാറ്റടിച്ച് വളർന്നു അസ്രാനിയുടെ ഈ ഫെടി ഇത് എൻ്റെ വായെന്ന് ഒരു തെണ്ടി വർത്തനം വരില്ല പട്ടികളെ. 120 വർഷങ്ങൾക്ക് ശേഷം സാൽവറ്റോർ എന്ന നക്ഷത്രം ഇന്ന് ഭൂമിയെ വലയം വയ്ക്കും. അതെങ്ങോട്ടേലും പോട്ടെ, നമുക്കെന്താ. കേക്കടാ, നിഗൂഢമായ ഈ നക്ഷത്രം 12:30-ക്കും 1-നും ഇടയിലാണ് ഭൂമിയിലൂടെ പോവുക. സ്റ്റാറാ? അതൊക്കെ എൻ്റെ നാട്ടിലെ സ്റ്റാർ. ഇവിടെ ക്രിസ്മസ് ടൈമൊക്കെ ആകുമ്പോൾ സ്റ്റാറിൻ്റെ മേളമാണ്. നിനക്ക് 1 അല്ല 100 എണ്ണം ഞാൻ കാണിച്ചു തരും. കാണിക്കുമെന്ന് പറഞ്ഞാൽ അമ്മച്ചിയാണ് കാണിച്ച് തന്നിരിക്കും. ക്രിസ്മസ് ഒക്കെ ഇനി അടുത്ത കൊല്ലം. ഒന്ന് ഉറങ്ങടാ. രാത്രിയിലെ കാരണവന്മാരായിട്ട് പഠിപ്പിച്ച ഒരു ശീലം. അടങ്ങ്, പോവാം. ഒടുക്കത്തിട്ട് ബാക്കി നാളെ.